4ാം ക്ലാസ് പരിസര പഠനം 3ാം അധ്യായം സ്വാതന്ത്ര്യത്തിലേക്ക്. 1915 ജനുവരി 9 പ്രഭാതം. ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് പതിവിലേറെ ആളുകൾ. ഒരു വിദേശ കപ്പലിന്റെ വരവും പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത്. ആ കപ്പലിൽ ഒരു വിശിഷ്ട വ്യക്തി എത്തുന്നു. അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനും എത്തിയതാണ് അവർ. കപ്പൽ തീരെ തണഞ്ഞു. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യൻ നീളം കുപ്പായവും തലപ്പാവും അണിഞ്ഞിട്ടുണ്ട്. തികച്ചും സാധാരണ വേഷത്തിൽ അദ്ദേഹം കപ്പലിറങ്ങി വേഗം നടന്നു വരുന്നു. ആരാണ് മഹാൻ? അതെ, ഗാന്ധിജി തന്നെ. എല്ലാവരും ചിത്രം കണ്ടല്ലോ. നീളൻ കുപ്പായവും തലപ്പാവും ഒക്കെ അണിഞ്ഞ് ഗാന്ധിജി വളരെ ലളിതമായ വേഷത്തിൽ കപ്പലിൽ വന്നിറങ്ങുന്നു. ആളുകളൊക്കെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഗാന്ധിജി തിരിച്ചെത്തുന്നത് 1915. ആ സമയം ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് കൊളാഷ് ഒന്ന് വായിച്ചു നോക്കാം. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. നികുതികൾ വർദ്ധിപ്പിച്ചു. പുതിയ നികുതികൾ ഏർപ്പെടുത്തി. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങളുടെ ഒരു ലഘുചിത്രമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ബ്രിട്ടീഷുകാർ കൊന്നും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ചു. ഇവിടെ കച്ചവടത്തിനായിട്ട് വന്നതാണ് ബ്രിട്ടീഷുകാർ. പക്ഷെ അവരെന്താ ചെയ്തത്? നമ്മുടെ നാടിൻ്റെ അധികാരം അവർ കൈക്കലാക്കി. എന്നിട്ടോ ഇവിടുത്തെ ജനങ്ങളെ വളരെയധികം പീഡിപ്പിച്ചു. അവരുടെ ഏത് നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യഗ്രഹം പോലുള്ള പുതിയ സമര രീതികൾ സ്വീകരിച്ചു. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏത് രീതിയിലാണ് അദ്ദേഹം ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയത്? സത്യാഗ്രഹത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെ. എന്താണ് സത്യാഗ്രഹം? സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുക തന്നെ വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവടിയരുത്. അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ഹിംസിക്കരുത്. അതാണ് അഹിംസ. അങ്ങനെ സത്യസന്ധതയുടെയും അഹിംസയുടെയും പാതയിലൂടെ മാത്രമേ എന്നും ഗാന്ധിജി സഞ്ചരിച്ചിട്ടുള്ളൂ. അങ്ങനെ സഞ്ചരിക്കാൻ ഗാന്ധിജി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ ലളിതമായ ജീവിതം, ഹൃദ്യമായ സംസാരം, സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം തേടാൻ ഇത് ധാരാളമായിരുന്നു. ജനങ്ങൾ വൻതോതിൽ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. ഈ ജനപിന്തുണ ഗാന്ധിജിയെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർത്തി. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. ആദ്യ സമരം കർഷകർക്കായി. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ കർഷകർ വളരെ കഷ്ടപ്പാടിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? അവരുടെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്തേക്ക് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. അതുമാത്രമോ, തോട്ടം ഉടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം അവർക്ക് കിട്ടുമോ? ഇല്ല. പിന്നീട് അവരിൽ നിന്നും അധിക നികുതിയും ഈടാക്കി. വിളവെടുപ്പ് കഴിയും തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങിത്താണു. ഇവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് ഗാന്ധിജിയും അനുയായികളും ചമ്പാരൻ ഗ്രാമത്തിലെത്തി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ചമ്പാരനിലായിരുന്നു. ചമ്പാരൻ ബീഹാർ സംസ്ഥാനത്താണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്നും മോചിപ്പിച്ചു. കൂടുതൽ സമരങ്ങൾ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റ് സമരങ്ങളാണ് ഖേദ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ടായിരുന്നു ഖേദ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സത്യഗ്രഹ സമരങ്ങൾ വിജയമായിരുന്നു. ഇപ്പൊ നമ്മൾ മൂന്ന് സമരങ്ങൾ പഠിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സമരം,
അഹമ്മദാബാദ് തുണിമിൽ സമരം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കർഷകരുടെ ദുരിതങ്ങൾ, ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണം, കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. രണ്ടാമത്തെ സമരം എവിടെയായിരുന്നു? ഖേദാ സമരം. ഖേദാ സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തെ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. അതെന്തിനു വേണ്ടിയുള്ളതായിരുന്നു? തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ബ്രിട്ടീഷ് ക്രൂരത. ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ അവർ അടിച്ചമർത്തി. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അരങ്ങേറിയത്. പഞ്ചാബിലെ ജലിയൻ വാലാബാഗ് എന്ന സ്ഥലം വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനം. ഈ സംഭവം നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഏത് സ്ഥലത്താണ്? ജാലിയൻ വാലാബാഗ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനമാണ്. അതിനു ചുറ്റും വലിയ കെട്ടിടങ്ങളാണ്. അവിടേക്ക് ഒറ്റ പ്രവേശന മാർഗം, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സമ്മേളനം നടക്കുകയാണ്. എന്തിനുള്ള സമ്മേളനമാണ്? ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാനായിട്ടൊരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്നാണ് വെടിവെച്ച് കേട്ടത്. ഒന്നിന്റെ പുറകെ മറ്റൊന്ന് തുരുത്തുരെ. വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. ആളുകൾ എന്ത് ചെയ്യും? നിറയെ ആളുകൾ കൂടിയിരിക്കുകയല്ലേ. ആളുകൾ എന്ത് ചെയ്യും? വെടിവെച്ച് കേൾക്കുമ്പോൾ പേടിക്കും, പരിഭ്രാന്തരാകും. അവരെന്ത് ചെയ്തു? പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. കുറെ ആളുകൾ വെടികൊണ്ടു. തിക്കിലും തിരക്കിലും പെട്ട് കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേയേറെ പേർക്ക് മുറിവേറ്റു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മുറിവേറ്റവർ അതിലേറെ. ഇന്ത്യൻ മനസാക്ഷി നടുക്കിയ ഈ ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13 ആയിരുന്നു. എത്രയും വേഗം ജലിയൻ വാലാബാഗിൽ എത്തിച്ചേരാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല. ഇത് ഗാന്ധിജിയെ കൂടുതൽ വേദനിപ്പിച്ചു. നിസ്സഹകരണ സമരം. ജലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. സമരം കേരളത്തിലും. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലും എത്തി. ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു. ജനങ്ങൾക്ക് ശക്തി പകരുവാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞു. ശ്രദ്ധിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്ത്യക്കാരായ നാം എല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ഉപ്പ് ഒരു സമരായുധം. ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണല്ലോ. നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. കണ്ടില്ലേ? ഏറ്റവും അത്യാവശ്യമായ, നമ്മുടെ ഭക്ഷണ ഘടകങ്ങളിലെല്ലാം ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഉപ്പ്. പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഉപ്പില്ലാണ്ട് പറ്റില്ല. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ. അതായിരുന്നു നിയമം. ഉപ്പിന്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. എങ്ങനെയാണ് ഗാന്ധിജി നിയമം ലംഘിച്ചത്? നമുക്ക് നോക്കാം. ദണ്ഡിയാത്ര. 1930 മാർച്ച് 12 പ്രഭാതം. സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡും അടക്കം ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലം കൈ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്ത് നിയമലംഘന സമരത്തിന് തുടക്കമായി. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപടകുടില ഭരണകൂടമിക്ഷണം തകർക്കണം. ഈ കവിത എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ?
ഹംഷി നാരായണപിള്ള എഴുതിയ കവിതയാണിത്. ഇത്തരം സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ സമരത്തിന് ആവേശം നൽകി. ഇവ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പു നികുതി നിയമം ലംഘിക്കാൻ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിലെ സമരത്തിന് കെ കേളപ്പൻ നേതൃത്വം നൽകി. കേരള ഗാന്ധി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? കെ കേളപ്പൻ എന്ന് നമ്മളിപ്പം പഠിച്ചു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവരൊക്കെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ 1942 1942. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നമുക്ക് അവസാനത്തെ സമരത്തിന് ഒരുങ്ങണം. ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്രസമരം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്. ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം. ക്വിറ്റ് ഇന്ത്യ എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരാഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങി. ഓഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. ഇത് മഹാത്മാഗാന്ധിയുടെ അഹിംസ സന്ദേശത്തിന് ലോകം നൽകിയ അംഗീകാരമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാട്ടങ്ങൾ നടത്തിയ മറ്റനവധി നേതാക്കൾ നമുക്കുണ്ടല്ലോ. അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതുപോലുള്ള നിരവധി ദേശാഭിമാനികളുടെ ത്യാഗപൂർണമായ സഹന സമരങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ഇതോടെ ഈ പാഠം അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.